നമസ്കാരം. പാർലമെന്റിന്റെ ഇരുസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗം വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമായി ഒതുങ്ങിപ്പോയെന്നുള്ളതാണ് വിലയിരുത്താൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ 10 വർഷത്തെ ഭരണ നേട്ടത്തെ മുൻനിർത്തി നരേന്ദ്രമോദി അവതരിപ്പിച്ച മെനഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളുടെ തുടർച്ചയായിരുന്നു പ്രസിഡന്റ് ദ്രൗപദി മുർമുറുവിനെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ടുള്ള ആ പ്രസംഗം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക മേഖലയിലെ ബുദ്ധിമുട്ടുകൾ എന്നീ ജീവിത പ്രശ്നങ്ങളുടെ ഒന്നും ഒരൊറ്റ കാര്യം പോലും പ്രസംഗത്തിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ വെറുമൊരു ആവർത്തനം മാത്രമാണ് ഇത്തവണ അധികാരത്തിലേറിയ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ വെറുമൊരു ആവർത്തനം മാത്രമാണ് ഇത്തവണ അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ. അതുമാത്രമാണ് ഈ പ്രസംഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത ആഘാതത്തിൽ നിശബ്ദത പാലിക്കുമ്പോൾ രാജ്യത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ ജനങ്ങൾ വീണ്ടും ഭൂരിപക്ഷത്തോടെ തന്നെ സർക്കാരിൽ വിശ്വാസ്യത പുലർത്തിയെന്നതാണ് BJPയുടെ അവകാശവാദം. സുദൃഢമാർന്ന ഒരു സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രയത്നമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറയുമ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന കാര്യം വ്യക്തമാക്കുമ്പോൾ അവർ നിശബ്ദമാകുകയാണ് ചെയ്യുന്നത്. പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പച്ചക്കള്ളം എന്താണെന്നാൽ വികസിത ഭാരതത്തിലും സർക്കാരിന്റെ ഗ്യാരണ്ടിയിലുമുള്ള വിശ്വാസ്യതയും 10 കൊല്ലത്തെ മികച്ച ഭരണത്തിനുള്ള അംഗീകാരവുമാണ് മൂന്നാമതും അധികാരത്തിലേറാൻ കാരണമായതെന്നുമാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടി പരിഷ്കാരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കുന്നതിലൂടെ അസമത്വവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൂടുതലാകുന്ന സാമ്പത്തിക നയങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്നുള്ള ആവർത്തനത്തിന്റെ സൂചനയാണ് ഇവിടെ നിഴലിച്ച് കാണാൻ സാധിക്കുന്നത്. വർഗീയ ശക്തികൾ എഴുതി കൊടുത്ത കുറച്ച് കാര്യങ്ങൾ അതേപടി വായിച്ചു പറഞ്ഞ രാഷ്ട്രപതിയോട് സഹതാപം മാത്രം. അവരെ ഈ ഫാസിസ്റ്റ് ശക്തികൾ ഒരു പാവയായി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്തതാണോ ഇനി എന്നുള്ളത് സംശയമാണ്. നിർമ്മാണ കാർഷിക സേവന മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകി വലിയ തോതിൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുമെന്നും അവകാശപ്പെടുന്നതല്ലാതെ രൂക്ഷമായ തൊഴിലില്ലായ്മയെപ്പറ്റി ഒരു അക്ഷരം പോലും ആരും ഉരിയാടിയിട്ടില്ല. സേനാവിഭാഗങ്ങളെ ആധുനികവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അഗ്നിപത് പദ്ധതിയെക്കുറിച്ചും അവർ നിശബ്ദതയോടെയാണ് ഇരുന്നത്. ജനാധിപത്യ പാരമ്പര്യമാണ് രാജ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് രാഷ്ട്രപതി തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനുള്ള പ്രാധാന്യം എന്താണെന്നുള്ളതിന് ഒരു വാക്ക് പോലും അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ എങ്ങനെ സൂചിപ്പിക്കാനാണ്? BJPയുടെ കീ കൊടുത്ത പാവയാണല്ലോ മുർമുർ. 10 വർഷത്തെ പോലെ ഇനിയും സ്വേച്ഛാധിപത്യ നയങ്ങളും ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും തുടരുമെന്നാണ് ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു കാര്യം. കഴിഞ്ഞ സഭയിൽ ഭരണപക്ഷത്തിന്റെ മാത്രം സ്പീക്കറായ അദ്ദേഹം പ്രതിപക്ഷ ശബ്ദത്തെ തുടരെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. സർക്കാരിന്റെ നയങ്ങളും ബില്ലുകളും ചർച്ചകൾക്ക് അവസരം കൊടുക്കാതെ പാസാക്കുകയും രാജ്യം അനുഭവിച്ചിരുന്ന പ്രധാന പ്രശ്നങ്ങൾ പ്രതിപക്ഷം സഭയിൽ പറയാനൊരുങ്ങുമ്പോൾ അതിനെ തടയുകയുമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. മുമ്പ് BJPക്ക് ഉണ്ടായിരുന്ന നിലപാടുകളിൽ ഉണ്ടായിരുന്ന അതേ സമീപനം തന്നെയാണ് ഇപ്രാവശ്യം ഓം ബിർളയുടെ ആദ്യ ദിവസത്തെ നടപടികളിലൂടെ വ്യക്തമാക്കുന്നത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ 10 വർഷം രാജ്യം കടന്നുപോയതെന്ന കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിന്റെ പേരിൽ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ എത്രമാത്രം അപമാനിക്കുന്നതാണെന്ന് കഴിഞ്ഞ സഭയുടെ ഒടുവിലത്തെ സമ്മേളനത്തിൽ ഒരുമിച്ചുള്ള കൂട്ടപ്പുറത്താക്കലിലൂടെ തെളിഞ്ഞതാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ പോലും മുമ്പത്തെ പ്രാവശ്യം കഴിഞ്ഞിട്ടില്ല. അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ന്യായവും ജനാധിപത്യപരവുമായ ആവശ്യം സർക്കാർ ഒന്ന് മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മൂന്നാം മോദി സർക്കാരിൽ നിന്നും ജനാധിപത്യപരമായ മര്യാദ പ്രതീക്ഷിക്കരുതെന്നുള്ളതിന്റെ ഒരു അറിയിപ്പാണ് രാഷ്ട്രപതിയുടെ പ്രസംഗവും ഓം ബിർളയുടെ നടപടികളും.